ഇവര് രണ്ടുപേരാണ് സിനിമയുടെ അത്താണി. അത് അവർ അടിപൊളിയായിട്ട് കയറുന്നുണ്ട്. സിനിമ അടിപൊളിയാണ്. എന്തായാലും തിയേറ്റർ തന്നെ കാണും. നല്ല പടം. വിനീത് മാജിക് തിരിച്ചു വന്നു. ധ്യാൻ പ്രണവിന്റെ കോമ്പോ നല്ലതാണ്. തകർത്തു. മറ്റുള്ള സിനിമകളിൽ വെച്ച് ധ്യാന്റെ അഭിനയം ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. ധ്യാനാണേലും തകർത്തു. പഴയ ഒരു എനർജി തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഈ സിനിമയിൽ എല്ലാവരുടെയും. എല്ലാം ഇത്രയും ഒരു ഫ്രെയിമിനകത്ത് ഇത്രയും ഒരു സിനിമയ്ക്കകത്ത് ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്ന തന്നെ ഭയങ്കര ഈ സിനിമത്തിന്റെ കഴിവ് തന്നെയാണ്. ലാലേട്ടനെ തിരിച്ചു കിട്ടിയ പോലെ ഉണ്ട്. 90s എല്ലാം അതെ സൂപ്പർ അഭിനയം. പ്രണവാണെങ്കിലും ഇമോഷൻസ് രംഗത്തിനൊക്കെ നമ്മള് മോഹൻലാലിന്റെ ആ ഒരു മുഖം തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക്, അതായത് കുടുംബ പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം ഇമോഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാരും വന്ന് തിയേറ്ററിൽ തന്നെ കാണണം. നമ്മുടെ ധ്യാനിന്റെ പ്രണവിന്റെ ഒക്കെ ആ ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? പഴയ മോഹൻലാൽ കോംബോ പോലെ തന്നെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ റെഫറൻസ് പലരും ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ നല്ല ഫണ്ണായിരുന്നു, എന്റർടൈൻമെന്റ് ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോമഡി എലമെന്റ് ആണോ കൂടുതൽ അവർ വരുന്നത്? ഇമോഷണൽ സീൻസ്. ഓക്കെ, നമ്മുടെ ഇപ്പൊ അതേപോലെ തന്നെ ധ്യാനിനെ ഒക്കെ നമ്മള് ഇന്റർവ്യൂലൊക്കെ കാണുന്ന ആ ഒരു വൈബ് തന്നെ കിട്ടിയോ നമ്മൾ സ്ക്രീനിൽ കണ്ടപ്പോൾ? അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ആദ്യം തുടങ്ങിയപ്പോ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. എൻഡിലേക്ക് ആയപ്പോഴത്തേക്കും ഓക്കെ, അതായത് വർഷങ്ങൾക്ക് ശേഷമുള്ള ടൈറ്റിൽ പോലെ തന്നെ പഴയ കാലഘട്ടം വെച്ചേക്കുന്നത് നന്നായിട്ട് തോന്നിയോ? നല്ല പടം. വിനീത് മാജിക് തിരിച്ചു വന്നു. ധ്യാൻ പ്രണവിന്റെ കോമ്പോ നല്ലതാണ്. നമുക്ക് പഴയ ലാലേട്ടൻ്റെ ഒക്കെ ഒരു മാനറിസംസ് എല്ലാം അതിന് വരുന്നുണ്ട്. കാണാൻ പറ്റും, തിരിക്കാതെ അത് നന്നായിട്ട് സെന്റിമെന്റ്സിനൊക്കെ നമുക്ക് നന്നായിട്ട് വർക്ക് കിട്ടിയിരുന്നു. പ്രണവിന്റെ കോമഡിയും വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. പിന്നെ പറയാണ്ടല്ലോ എന്ത് ടൈപ്പ് ടോണാണ് പടം മൊത്തത്തിൽ? എങ്ങനെ എന്ത് ടൈപ്പ് പടമാണ് മൊത്തത്തിൽ? നമുക്ക് ഫാമിലി ഓറിയന്റഡാണ്. പിന്നെ നല്ല ഫ്രണ്ട്ഷിപ്പിന് വാല്യൂസ് ഉണ്ട്. നമുക്ക് സിൻസിയാരിറ്റി അങ്ങനത്തെ എല്ലാം നല്ല ഒരു മൊത്തത്തിൽ ഫാമിലി ഓറിയന്റഡ് പടം. എല്ലാവർക്കും കാണാം. എല്ലാവരും തിയേറ്ററിൽ മൊത്തം കാണാൻ വേണ്ടത്. വൻ തിരിച്ചറിവാണ്. ഇനി ഇതേപോലത്തെ ഈ ഒരു രീതിയിൽ അടുത്ത പടങ്ങൾ എന്തെങ്കിലും കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾക്ക് ഇവര് പണ്ടത്തെ ഒരു സ്റ്റാർ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത്. പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളൊരു വിനീത് ശ്രീനിവാസൻ പടത്തിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് നമുക്ക് ഈ പടത്തിൽ നിന്ന് തന്നെ കിട്ടിയെന്ന് പറയാം. പടം ആദ്യ ദിവസം ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് കൂടുതലും ഫ്രണ്ട്ഷിപ്പും റൊമാൻസും ഭാഗത്തോട്ടും, സെക്കൻഡ് ഹാഫ് കൂടുതൽ കോമഡി കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് പോയത്. പിന്നെ ഈ ധ്യാനിന്റെയും പ്രണവിന്റെയും കെമിസ്ട്രി ഒന്ന് എടുത്തു പറയണ്ടേ, അവരുടെ ഒരു കൂട്ടിയിട്ട് വളരെ മികച്ചതായിരുന്നു. അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. പിന്നെ സെക്കൻഡ് ഹാഫ് നെയ്മോളിയുടെ ഒരു ക്യാമിയോ അപ്പിയറൻസ് ഉണ്ട്, അത് വളരെയധികം അടിപൊളിയായിരുന്നു. പുള്ളി തൂക്കിനെ തന്നെ പറയാം, വളരെയധികം എന്റർടൈനിങ് ആക്കി ഈ പടത്തെ മാറ്റി. പിന്നെ ഈ പടത്തിന്റെ മ്യൂസിക് എടുത്ത് പറയേണ്ടതാണ്. ആ ഒരു മ്യൂസിക്കും ബീജിയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പടത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് പറയാനുള്ളത്. പിന്നെ ഒരു കോമഡി, ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കോമഡി എന്റർടൈനർ ആണ് പടം. ആദ്യ ദിവസമാണ് തിയേറ്ററിൽ കാണുന്നത്. ഒരു വളരെ മികച്ച ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. എന്ത് ടൈപ്പ് ജോണറാണ് പടം? ഈ പടം ഒരു ഡ്രാമ റൊമാൻറ്റിക് പടമാണ്. അത് രണ്ട് ഫ്രണ്ട്സ് ഒരു സിനിമ എടുക്കാൻ മദ്രാശിക്ക് വണ്ടി കയറുന്നതാണ് പടം. അപ്പൊ അങ്ങനെ വന്ന ഒരു കോമഡി റൊമാൻസ് ഭാഗത്തോട്ട് വരുന്ന സിനിമ തന്നെയാണ്. അപ്പൊ ഒരു ഫീൽ ഗുഡ് നിമിഷങ്ങളും വിഷമിപ്പിക്കുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ലാസ്റ്റ് നല്ലൊരു മൂടി തന്നെ പടം അവസാനിക്കുന്നുണ്ട്. പ്രണവ് അടിപൊളിയായിട്ടുണ്ട്. പുള്ളി ഒരു മെച്ചുവർഡ് പെർഫോമൻസ് തന്നെ പറയാം. പുള്ളിയുടെ പ്രായ ഇതും പോസ്റ്ററിനും കാണിക്കുന്നുണ്ട്. രണ്ടും പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ധ്യാനും എടുത്തു പറയേണ്ടതാണ്. ധ്യാന്റെയും ഇതുപോലെ രണ്ട് പഴയ കാലഘട്ടം പുതിയ കാലഘട്ടം ഇതും വളരെ മികച്ചതായിട്ട് നിന്നു. ഇവര് രണ്ടുപേരാണ് സിനിമയുടെ അത്താണി. അത് അവർ അടിപൊളിയായിട്ട് കയറുന്നുണ്ട്. സിനിമ അടിപൊളിയാണ്. എന്തായാലും തിയേറ്ററിൽ തന്നെ കാണും.